ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിളാണ് മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും. മകളുടെ ജനനത്തിന് ശേഷം കുടുംബം വലുതായ സന്തോഷത്തിലാണ് ഇരുവരുമുള്ളത്. യൂട്യൂബ് ചാനലുമായും സജീവമായ മാളവിക ഒരു ഇടവേളയ്ക്ക് ശേഷം ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. ഏറെയും ചോദ്യങ്ങൾ പുതിയ അതിഥി ഗുൽസുവിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. മകളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ മാളവികയുടെയും ദിനചര്യകൾ. ഗുൽസുവിന് ക്യാരറ്റും റാഗിയും എല്ലാം കൊടുക്കാറുണ്ട്. പക്ഷെ മധുരമോ നെയ്യോ ഉപയോഗിക്കാറില്ല. ഷുഗർ ഉപയോഗിക്കേണ്ട എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കൂടാതെ ഉപ്പും 1 വയസ്സ് വരെ കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പശുവിൻ പാലും ഉപയോഗിക്കുന്നില്ല. വെള്ളത്തിലാണ് കുറുക്ക് വേവിക്കുന്നത്. എന്നിട്ടും ഗുൽസു കഴിക്കുന്നുണ്ടെന്നും മാളവിക ആരാധകരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. ആപ്പിൾ കൊടുത്തപ്പോൾ വലിയ താല്പര്യം കാണിച്ചില്ല എന്നും ഗോതമ്പൊക്കെ കൊടുക്കണമെന്നും മാളവിക പറയുന്നുണ്ട്. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഫീഡ് ചെയ്യാൻ പാകത്തിലുള്ള ജീൻസും ടോപ്പുമാണ് താൻ ധരിക്കാറ്. എവിടെയിരുന്നും കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ താനിപ്പോൾ ട്രെയിൻഡ് ആയി എന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം മാളവികയുടെ ഭർത്താവ് തേജസിന്റെ അമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് വിട്ടുനിന്നതിന്റെ കാരണവും ആരാധകർ ചോദിച്ചിരുന്നു. അതിനും മാളവിക ഉത്തരം പറയുന്നുണ്ട്. തേജസ് ഏട്ടന്റെ അമ്മയുടെ 60ാം പിറന്നാളിന് പോകാതിരുന്നത് മോശമായി പോയി എന്ന് പലരും പറഞ്ഞു. തന്റെ അച്ഛൻ തന്നെ വിട്ടുപോയ ദിവസമായതിനാൽ അന്ന് ബലിയിടുന്ന ചടങ്ങുണ്ട്. അന്ന് തന്നെയാണ് തേജസ് ഏട്ടന്റെ അമ്മയുടെ പിറന്നാൾ. അതുകൊണ്ടാണ് പോകാൻ പറ്റാതെ പോയത്. എറണാകുളത്ത് താമസമായ ശേഷം ആലുവ മണപ്പുറത്ത് വെച്ചാണ് ബലിയിടാറ്. പക്ഷെ ഗുൽസു വന്ന ശേഷം അവളെയും കൊണ്ട് പുലർച്ചെ മഞ്ഞുകൊണ്ട് അവിടെ പോകുന്നത് പോസിബിൾ അല്ല എന്ന് മാളവിക പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ ഡ്രസ്സ് മാറാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പൊതുവെ നനഞ്ഞ വേഷത്തിൽ തന്നെ കാറിൽ കയറി വരാറാണ് പതിവ്. ഗുൽസു തന്നെ കണ്ടാൽ തന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് നനഞ്ഞ വേഷത്തിൽ കുഞ്ഞിനെ എടുക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് പോയി ബലിയിട്ടത്. അതുകൊണ്ട് തങ്ങളെ ഒറ്റപ്പാലത്താക്കി തേജസ് ഏട്ടൻ പോയി എന്നും അവർ പറയുന്നു. തനിക്കും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് വളരെയധികം ആഗ്രഹവും ഉണ്ടായിരുന്നു. അതുപോലെ തേജസ് ഏട്ടൻ തിരികെ ജോലിക്ക് പോകാത്തതിന് പിന്നിലെ കാരണവും പലരും ചോദിച്ചു കണ്ടിരുന്നു. തേജസ് ഏട്ടനെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടുമെന്നും തനിക്ക് അതാണ് മനസ്സിലാവാത്തത്. എല്ലാവർക്കും തേജസ് ഏട്ടൻ തിരികെ ഷിപ്പിലേക്ക് പോകാത്തതിൽ ഭയങ്കര വിഷമമാണല്ലോ എന്നും മാളവിക ചോദിക്കുന്നുണ്ട്. ജോലി പോയോ, വെറുതെ ഇരിക്കുവാണോ എന്നൊക്കെ കുറെ കമന്റ്സ് കണ്ടുവെന്നും ജോലി എവിടെയും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടെന്നുമാണ് മാളവികയുടെ മറുപടി. കൂടാതെ ഫെബ്രുവരി വരെ മനഃപൂർവ്വം പോകാതിരുന്നതാണ്. തങ്ങളുടെ കൂടെ സമയം ചിലവഴിക്കാൻ നിന്നതാണ്. പ്രഗ്നൻസി പീരീഡിൽ പങ്കാളി അടുത്ത് വേണമെന്ന് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കും. ആ സമയത്ത് തേജസ് ഏട്ടൻ ഉണ്ടായിരുന്നു. ഇവരുടെ ഫീൽഡിൽ വിചാരിച്ച സമയത്ത് തിരികെ പോകാൻ പറ്റണമെന്നില്ല. തേജസ് ഏട്ടൻ ഉടനെ പോകും. അതിൽ സങ്കടമുണ്ടെന്ന് മാളവിക പറയുന്നുണ്ട്. മറ്റൊന്ന്, പ്രസവശേഷം ശരീരത്തിന്റെ ഫിറ്റ്നസ് നിലനിർത്താൻ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും ചോദ്യങ്ങളോട് പ്രതികരിച്ച് മാളവിക പറഞ്ഞു. ശരീരഭാരവും വയറും കുറയ്ക്കാൻ താൻ ഒന്നും ചെയ്തിട്ടില്ല. ഗർഭിണിയായിരുന്നപ്പോൾ തനിക്ക് അധികം ശരീരഭാരം വെച്ചിരുന്നില്ല. ഡോക്ടർ നിർദ്ദേശിച്ച 10 കിലോ ഭാരം മാത്രമേ കൂട്ടിയിരുന്നുള്ളൂ. അത് പ്രസവശേഷം തനിയെ കുറയുകയും ചെയ്തു. മാത്രമല്ല ലേഹ്യം പോലുള്ള വസ്തുക്കൾ കഴിച്ചിട്ടില്ല. പ്രോട്ടീനുള്ള ഭക്ഷണം തന്റെ ആവശ്യത്തിന് മാത്രമേ കഴിക്കാറുള്ളൂ. പ്രസവശേഷം മധുരം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഗർഭകാലത്ത് ക്രേവിങ്സ് ഇല്ലായിരുന്നു. പ്രസവശേഷമാണ് ക്രേവിങ്സ് വന്നത്. സിസേറിന് ശേഷം എല്ലാവർക്കുമുള്ള വയറ് തനിക്കും ഉണ്ടായിരുന്നുവെന്നും മാളവിക ആരാധകരോട് പറയുന്നുണ്ട്.